ക്യാരറ്റ് ഇഷ്യൂ ഇത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു പണി. ഇത് വലിയ കണ്ടന്റ് വേണ്ടിയിട്ട് തന്നെയാണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും വന്നേക്കണ കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ, ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കട്ടെ. അപ്പോൾ ആദ്യത്തെ കാര്യം ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരാളുടെ പുറകെ പോയിട്ട് ഇങ്ങനെ കീപ്പ് ഓൺ അറ്റാക്ക് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ക്യാരറ്റിന്റെ വിഷയം വന്നപ്പോൾ എല്ലാവരും കൂടി അനുവിനെ നല്ല പൊങ്കാല ഇട്ടു. അത് കിച്ചൺ ക്യാപ്റ്റൻ വന്നിട്ട് ഭക്ഷണം അങ്ങനെ എടുത്ത് കഴിക്കരുതിട്ടാൻ പറഞ്ഞാൽ മതി. പക്ഷെ കിച്ചൺ ക്യാപ്റ്റൻ അതേപോലെ തന്നെ നെവിനെയും ഫോക്കസ് ചെയ്യണമായിരുന്നു. പക്ഷെ നെവിൻ കട്ട് എടുക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഈ ക്യാരറ്റിന്റെ ഇഷ്യൂ പോലെ തന്നെ അപ്പുറത്ത് നെവിൻ നമ്മുടെ കുക്കീസ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ അവിടെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും സംസാരിക്കാൻ ഉണ്ടായില്ല. അപ്പൊ പ്രവീൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്യാരക്ടറാണെന്ന് തോന്നുന്നത്. കാരണം അത്രയും വലിയ സെക്യൂരിറ്റിയും അത്രയും വലിയ ക്യാമറയും പുറത്ത് അത്രയും ആൾക്കാരൊക്കെ ഉള്ള ഒരു ബിഗ് ബോസ് സെറ്റിന്റെ ഉള്ളിൽ നിന്നിട്ട് അദ്ദേഹം പറയണു എനിക്ക് പേടിയുണ്ട്, ത്രെട്ടണോ ചെയ്യുമെന്ന് പേടിയുണ്ട്, ഗുണ്ടാവളിയോട്ടൊക്കെ എന്തോ ഒലക്കെയാടോ, ചുച്ചു ബേബി ആണോ ഇപ്പോഴും പ്രവീൺ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ പ്രവീൺ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അത്രയും പ്രൊവോക്ക് ചെയ്തിട്ടും അനുമോൾ നോക്കി ചിരിച്ചു, താൻ എന്താ ചിരിക്കുന്നതെന്ന്. അത് ഒന്നാമത് അനുവിന് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിന് റിഗാർഡ് ചെയ്തിട്ട് വന്ന ഒരു കമന്റ് ആണ് കരഞ്ഞവന് ബോൾഡായിരുന്നു. അത് വേറെ വിഷയം കേട്ടോ. കുറെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ രേണുസുതിയൊക്കെ കണ്ടില്ലേ നല്ല ബോൾഡായി. സോ അതേപോലെ തന്നെ ആദ്യം കേൾക്കുമ്പോൾ ഒരു വിഷമമുള്ളൂ, അത് കഴിയുമ്പോൾ ഓക്കെ. ഇഫ് യു ആർ ജെനുവിൻ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമുക്ക് ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ അനുമോള് നോക്കി ചിരിച്ചു. അപ്പൊ അത് കൂടുതൽ പ്രൊവോക്കായി. ചിരിച്ചത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ടോപ്പിക്കൊക്കെ മാറ്റി ക്യാരറ്റ് ഒന്നുമല്ല പ്രവീണിന്റെ വിഷയം, അനുമോള് ചിരിച്ചതാണ് വിഷയം. ചിരിച്ചാൽ വിഷയം, കരഞ്ഞാൽ വിഷയം, നിന്നാൽ വിഷയം, പാവയെ പിടിച്ചാൽ വിഷയം, മിണ്ടാണ്ടിരുന്ന വിഷയം, മൊത്തത്തിൽ വിഷയമാണ്. അപ്പൊ എല്ലാവരും കൂടെ അവിടെ അനുവിനെ ടാർഗറ്റ് ചെയ്യാതെ ഒറ്റയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും നിങ്ങളെ പറ്റി സംസാരിക്കാൻ ഓരോ സിറ്റുവേഷൻസ് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി തരുന്നുള്ള വിശ്വാസമുണ്ട്. ഗെയിം കാണാനും ഒരു രസമുണ്ടാവും. അപ്പൊ പ്രവീണും ഇന്നലെ ഞാൻ കണ്ടു രേണ പറയുമ്പോൾ കിച്ചന്റെ പുള്ളി കിച്ചന്റെ ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പോൾ വൺ ഇംഗ്ലീഷ് എനിക്ക് കേൾക്കണ്ട, എനിക്കിപ്പോൾ കേൾക്കാൻ താല്പര്യമില്ല, എൻ്റെ മൈൻഡ് ഓക്കെ, യു ഗോട്ട് ഇറ്റ്, യു ബെറ്റർ ഗോട്ട് ഇറ്റ്. ലാലേട്ടൻ വരുമ്പോൾ യു ബെറ്റർ ഗോട്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെയല്ല ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കേൾക്കുക, എന്തോ പാർഷ്യാലിറ്റിയുടെ കാര്യമാണ്, ജിസേലിന്റെ പാർഷ്യാലിറ്റിയുടെ കാര്യം ഉണ്ടെന്ന് പറയാൻ പോകുന്നത്. പക്ഷെ ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് ആസ് എ ക്യാപ്റ്റൻ ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ചെയ്യേണ്ടത്. അതിന് ഉള്ള ചപ്പാത്തി മാവ് മിക്കവാറും ഈ ആഴ്ച തന്നെ ലാലേട്ടൻ കുഴച്ച് തരും. അപ്പൊ യു ബെറ്റർ ഗോട്ട് ഇറ്റ് പ്രവീൺ.